എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദിത്യ L1 മിഷനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. വിക്ഷേപണ വാഹനം PSLV-C-57. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് 2023 സെപ്റ്റംബർ 2-നാണ്. വിക്ഷേപണ വാഹനം PSLV-C-57 ആണ്. പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. മിഷൻ ഡയറക്ടർ SR ബിജു. പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ SR ബിജു. ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത്. എന്താണ് ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലഗ്രാഞ്ചൻ പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് പദ്ധതി. ലക്ഷ്യസ്ഥാനത്തെത്തിയത് ജനുവരി 6-നാണ്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലഗ്രാഞ്ചൻ പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് പദ്ധതി. ലക്ഷ്യസ്ഥാനത്തെത്തിയത് ജനുവരി 6-നാണ്. 7 പേലോഡുകളാണ് ആദിത്യ L1 ഉണ്ടായിരുന്നത്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ആദ്യത്തെ 4 നോക്കാം. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. അടുത്തത് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മാഗ്നെറ്റോമീറ്റർ. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മാഗ്നെറ്റോമീറ്റർ. അപ്പം അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടില്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നോക്കാം. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ് സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നു. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ് സൂര്യൻ്റെ ബാഹ്യവലയമായിട്ടുള്ള കൊറോണയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്തിനാണ്? സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ഇത് രണ്ടും സൗരവാതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. സൗരവാതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന്. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന്. ഇപ്പോൾ സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഇത് രണ്ടും സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനാണ്. മാഗ്നെറ്റോമീറ്റർ സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്നതിന്. മാഗ്നെറ്റോമീറ്റർ സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ആദിത്യ L1 പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്.
എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.